ചേച്ചി 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 ചേച്ചിയാ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനിയൻസി. അപ്പൊ ഇന്നും അത് ചെറിയൊരു ഇൻസ്പിറേഷണൽ ആയിട്ടൊരു വീഡിയോ പറയാൻ തന്നെയാണ് ഞാൻ ഇരിക്കണേ. സത്യം പറഞ്ഞാൽ ഞാൻ നല്ല ഇൻസ്പയർഡ് ആയിട്ടാ ആളുടെ ഒരു ലൈഫ് സ്റ്റോറി കേട്ടപ്പോ തന്നെ. നിങ്ങൾക്കും അതുപോലെ തന്നെ ഇൻസ്പയർ ആവും തോന്നുന്നു ഈ നമ്മുടെ ജെസിക്ക കെന്റിന്റെ ലൈഫ് സ്റ്റോറി. ആളുടെ ലൈഫിന്റെ നല്ല കാലം മുഴുവൻ ആള് ജയിലിലാണ് സ്പെൻഡ് ചെയ്തത്. 15 വയസ്സിൽ ആള് ജയിലിലേക്ക് പോണ്ടി വന്നു. കാരണം ആളൊരു ആൽക്കഹോളിക് അഡിക്റ്റ് ആയിരുന്നു. ആൽക്കഹോളും അത് പോരാണ്ട് വന്നപ്പോ ഹെറോയിൻ യൂസ് ചെയ്തു. പിന്നെ അത് പോരാണ്ട് വന്ന് മെത്ത് എന്ന് പറഞ്ഞൊരു വലിയ ഡ്രഗ് യൂസ് ചെയ്തു. അങ്ങനെ എന്താ പറയാ, നമ്മുടെ ലൈഫിന്റെ ഒരു നല്ല കാലഘട്ടം ആള് ഫുള്ള് ഈ ഡ്രഗിനും അതുപോലെ തന്നെ ജയിലിലും എല്ലാം അങ്ങനെ ആളുടെ ലൈഫ് പോയതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആളുടെ ഫസ്റ്റ് ഡെലിവറി, ഫസ്റ്റ് ആളുടെ ഡോട്ടറിനെ ആളെ പ്രസവിച്ചത് ജയിലിന്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര എന്താ പറയാ, എന്റെ ദൈവമേ, ഒരു പെൺകുട്ടി, അത് ഒരു USA ചിക്കാഗോയിലാണ് ഇതെല്ലാം നടക്കുന്നത്. സീറോ നിന്നാണ് ആളുടെ ലൈഫ് ആള് സ്റ്റാർട്ട് ചെയ്തത്. ഒന്നുമില്ല. ജയിലിൽ നിന്ന് ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞ് അത് ആൾക്ക് ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവം. ലൈക്ക് എല്ലാം കഴിഞ്ഞു, ഡെലിവറി ഒക്കെ കഴിഞ്ഞു. കൊച്ചിനെ ആണെങ്കിൽ ആള് തിരിച്ച് ജയിലിലേക്ക് പോയി കൊച്ചിനെ ഫോസ്റ്റർ കിഡ്സിന്റെ അടുത്ത് താമസിച്ചു. 4 മാസത്തിന് ശേഷമാണ് ആളുടെ മകളുടെ ആദ്യത്തെ ഫോട്ടോ കാണുന്നത്. ആ ഫോട്ടോ കണ്ട അന്ന് ആള് തീരുമാനിച്ചു, ഇനി ഞാൻ ഒരിക്കലും ഡ്രഗ്സ് യൂസ് ചെയ്യില്ല, ഇനി ഞാൻ ഡ്രഗ്സ് സെല്ല് ചെയ്യാനോ അതിന് പിന്നാലെ പോവില്ല എന്നാണ് തീരുമാനിച്ചു. അങ്ങനെ ആളുടെ മകളുടെ ഫോട്ടോ ആയിരുന്നു ആളെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത്. ആളിപ്പോ ജീവിച്ചിരിക്കണതിന്റെ കാരണം തന്നെ ആളുടെ മകളാണ് ആളുടെ ഇൻസ്പിറേഷൻ. ഇങ്ങനെ അതായത് മാറാൻ ഒരു വ്യത്യാസം, ഒരു ബ്രാൻഡ് ന്യൂ മീ ആയിട്ട് ആള് ക്രിയേറ്റ് ചെയ്തു ആളെ തന്നെ. എന്നിട്ട് ആള് ജയിലിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഒന്നുമില്ല, കയ്യിൽ ഒരാള് സഹായിക്കാനില്ല, കയ്യിൽ 10 പൈസ എടുക്കാനായിട്ട്. ആള് സീറോ നിന്നാണ് തുടങ്ങണത്. എല്ലാതും വീട്ടിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ പോലും ഒന്നുമില്ല. ഒരു എന്താ പറയാ, കുറച്ച് നാളുകൾക്ക് ശേഷം ആള് ജോലിക്ക് പോയിട്ട് അതിന് ശേഷം ആൾക്ക് കുറച്ച് വെച്ചടി കുറച്ചൊക്കെ കയറി തുടങ്ങി. അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ആളുടെ രണ്ടാമത്തെ കുറിച്ച് ജനിച്ചു. അങ്ങനെ ഇതിനൊക്കെ ഇടയിൽ ആളൊരു ചെറിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് ആളുടെ ലൈഫ് സ്റ്റോറി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി. ഇങ്ങനെ ആള് ഭയങ്കര എന്താ പറയാ, പണ്ട് ആള് ഭയങ്കര ഡ്രഗും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിരുന്നു. പിന്നീടാണ് ആളുടെ മകള് കാരണമാണ് ആളുടെ ലൈഫ് മാറിയത്. അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് ഇങ്ങനെ ആള് ചെറിയൊരു യൂട്യൂബ് ചാനലൊക്കെ സ്റ്റാർട്ട് ചെയ്തു. കാരണം ലൈഫ് എവിടെ വെച്ച് അവസാനിപ്പിച്ചോന്ന് ആള് ഇനി വേണ്ട, മീൻസ് പണ്ടത്തെ പോലെ തന്നെ ആവാന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇത്ര നല്ലൊരു ജെസിക്ക എന്ന് പറയുന്ന ഒരു അടിപൊളി യൂട്യൂബർ നമുക്ക് കിട്ടില്ലായിരുന്നു. അങ്ങനെ ആള് പോലും ഒരിക്കലും വിചാരിച്ചില്ല ആളുടെ ലൈഫ് സ്റ്റോറി ആൾക്കൊരു ജോബാക്കി മാറ്റാൻ പറ്റുന്നത്. ഇപ്പൊ ആള് അത്യാവശ്യം നല്ല സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു യൂട്യൂബ് ചാനലൊക്കെ കൊണ്ടടക്കാണ്. ആള് ഇപ്പൊ ഒരു നല്ല ഹാപ്പിയാണ്. ആൾക്കൊരു നല്ലൊരു ലൈഫ് പാർട്ട്ണർ ഉണ്ട്, 2 മക്കളുണ്ട്. അടിപൊളിയാണ് ആളുടെ ലൈഫ്. ആള് പറയണ എന്റെ മകളുടെ അന്നത്തെ ഒരു ഫോട്ടോ കാരണമാണ് ഞാൻ ഇത്രമാത്രം മാറുന്നത്. ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ സൂപ്പർ അപ്പ് ചെയ്യും, പിന്നീട് ഒരു നല്ലൊരു സ്മൈൽ ചെയ്യാൻ പറ്റും, നല്ലൊരു ലൈഫിലേക്ക് എനിക്ക് കടന്നു വരാൻ പറ്റും, എനിക്കും സന്തോഷം കണ്ടെത്താൻ പറ്റുന്ന പോലെ ആൾ ഒരിക്കലും വിചാരിച്ചില്ല. നല്ലൊരു ട്രാജിക് ലൈഫിൽ നിന്ന് ഒരു അടിപൊളി, നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാൻ അത്ര അടിപൊളി ലൈഫിലേക്ക് ആള് ഉയർന്നു. അപ്പൊ എന്താ പറയാ, നമ്മൾക്ക് പല അബദ്ധങ്ങളും അതുപോലെ പല എന്താ പറയാ, നമ്മൾ മനുഷ്യനല്ലേ, എന്തായാലും തെറ്റിലേക്കൊക്കെ അകപ്പെടും. ചിലപ്പോ നമ്മൾ തെറ്റൊക്കെ ചെയ്തു എന്ന് വരും. പക്ഷെ എന്റെ അതിനെ പഴിച്ചില്ലേ, അതിനെ തന്നെ പിന്നെ ഞാൻ നശിച്ചു പോയവളാണെന്നുള്ള രീതിയിൽ പിന്നെ കുത്തിരിക്കാണ്ട് നമ്മള് പിന്നെ അതിനെങ്ങനെ റിക്കവർ ചെയ്ത് എങ്ങനെ ഒരു പുതിയ മനുഷ്യനാവാന്ന് നമ്മൾ ട്രൈ ചെയ്തോണ്ടിരിക്കണം. നമ്മൾ ഗിവ് അപ്പ് ചെയ്യരുത്, വീണ്ടും കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക. ലൈഫ് എന്ന് പറയുന്നത് ഒരു വലിയൊരു ഗെയിമാണ്, അത് കളിച്ച് തീർക്കുക, പകുതി വെച്ച് അവസാനിക്കല്ല ചെയ്യേണ്ടേ. അപ്പൊ നിങ്ങൾക്ക് ഒരു ചെറിയ വീഡിയോ ഇട്ടിട്ടുണ്ട് ജെസിക്ക കെന്റിന്റെ. I started using drugs at almost 13, and my first drug was alcohol. That eventually progressed into pills. Pills progressed into heroin. Heroin progressed to meth. I was arrested for possession of drugs and a firearm. I was sentenced to 5 years in the state of Arkansas. I gave birth to my first daughter in prison. I realized that I needed to quit my lifestyle of selling drugs and using drugs the minute I saw my daughter's face. I started sharing my story online. I never in a million years believed that a career on the internet was even a thing, nor was it possible for sales of a controlled substance. I then violated my parole on an assault charge. Years later in 2011, I was arrested for possession of drugs and a firearm. I was sentenced to 5 years in the state of Arkansas. I found out I was pregnant with my daughter Micah when I was in jail in Arkansas. I was detoxing from meth and pills at the time, and I was sick. I ended up at the nurse somehow, but she told me in a very fast way, "Oh, that's what's wrong, you're pregnant. You can go back to your cell." I spent probably 2 months in denial after that.
So this is my prison journal. My mom sent this to me. A leg chain was put on my leg. Micah is 4 months old today. I would do anything to be home with my baby. When a day goes by that I don't think about her, she means everything to me. Rereading some of these makes me really proud of the progress I've made. I was a very angry person. This is a little photo album that the foster family kept for me of Micah. I didn't see her at all when I was in prison. It wasn't until Micah was about 4 months old that I received pictures of her for the first time. It crushed me to see how big she was and that I wasn't there. I realized that I needed to quit my lifestyle of selling drugs and using drugs the minute I saw my daughter's face. It was fully because of her that I eat. Finally, after a couple of weeks of being at the halfway house, I got my first job. I felt as though I wasn't just proving myself, but I was also proving to the court that you can come out of prison and be successful and you can be sober. I got custody of my daughter after almost a year of fighting. I'm so blessed that she's here with me every single day, making cupcakes and playing with Play-Doh, and she's just the best kid in the world. I love that my mom was making cupcakes with her. She teaches me how to be the big person. We were blessed with a second daughter, Riley. I have not relapsed at all. I have been clean since 2011. I'm very open. As she gets older, I am, of course, going to share with her the entire story. I started sharing my story online at the very end of 2018. People started watching them and they started encouraging me. Now we have over 300 videos, and my subscribers, I call them the Ride or Die crew, they're there cheering me on and they're with me in everything that I do. I've received a lot of hate online, but I would say it's about 80% positive, 20% negative. I don't really pay attention to a lot of it. I know at all. I met Reese at the very end of 2013. We just hit it off right away. He is the most kind, understanding man I've ever met. We've been together for 7 years now. We continue to support each other a lot through communication, how to overcome some of the struggles in life as we've become more successful. When I was in prison, I never thought that I would be sober or happy or meet a great man and have a beautiful life in the suburbs. കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിക്കാവുന്നതാണ്. ബൈ മൈ സെൽഫ്.